ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കൊച്ചുകുടിയിൽ ഹോം ഗാർഡൻ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ചെടിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കാൻ പറ്റിയ ഒരു ഓർണമെൻ്റൽ പ്ലാന്റും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റും ഒക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ആ ചെടിയുടെ പേരാണ് കിളിഞ്ഞാവൽ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല കിളിഞ്ഞാവൽ എന്ന്. നമ്മുടെ വീട്ടിൽ ചെറിയ 10 ഇഞ്ചിൻ്റെ ചെടിച്ചട്ടിയിൽ ഒരു 50 രൂപയ്ക്ക് നമ്മളൊരു ചെറിയ തൈ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. ആ തൈ ഒരു വർഷം കൊണ്ട് വളർന്ന് വലുതായി അതിൻ്റെ അകത്ത് പൂക്കൾ നിറച്ചുണ്ടായി, കായ്ക്കളുണ്ടായി, പഴുത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മളൊന്ന് പറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു ചെറിയ ചവർപ്പും ഒരു മധുരവും ചെറിയ പുളിയും അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ചെറിയ ഞാവലിൻ്റെ ഒരു ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേസ്റ്റ് ഫ്രൂട്ടാണെന്ന് വെച്ചാൽ കേട്ടോ ഞാൻ ചെറിയ ചട്ടിയിൽ വെച്ചത്. പക്ഷേ ഇതൊരു വേസ്റ്റ് ഫ്രൂട്ടല്ല, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് വയ്ക്കാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ നിറച്ച് പൂവും കായൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കണതാണ് ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതിൻ്റെ കളർ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇലകൾക്കും ഉണ്ട് ഒരു പ്രത്യേക ഭംഗി. അപ്പോൾ നമ്മൾ നട്ടേക്കണ പോട്ട് മിക്സ് മണ്ണും ചകിരിച്ചോറും പിന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചാണകപ്പൊടിയും വേപ്പ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ചേർത്താട്ടോ മിക്സ് ചെയ്യണത്. അപ്പോൾ നല്ലൊരു പോട്ട് മിക്സിൽ നടുവാണെങ്കിൽ പ്രത്യേക പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പ്രത്യേക കീടശല്യങ്ങളൊന്നുമില്ല. പൂക്കണ മിക്കതും പിടിക്കുകയും ചെയ്യും. നമ്മൾ സാധാ ചെടികൾക്കൊക്കെ കൊടുക്കണ വളവും വെള്ളവും ഒക്കെ കൊടുത്താൽ മതി. ഇതിന് കിളിഞ്ഞാവലിന് പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇത് പഴുത്ത് തുടങ്ങുമ്പോൾ ഇഷ്ടംപോലെ കിളികൾ വരും ഇത് തിന്നാനായിട്ട്. അപ്പോൾ കിളികളെ കാണാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നട്ടുപിടിപ്പിക്കാം കേട്ടോ. നമ്മുടെ അടുത്ത് ഏതായാലും പഴുത്ത് കിട്ടണമെങ്കിൽ പിള്ളേർ പറിച്ചെണ്ണോണ്ട് കിളികളൊന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, വേറെ ആരുമല്ല, വൈഫിൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മ അത് ഒരെണ്ണം പറിച്ച് നിന്നിട്ട് പറയാണ് പഴയൊരു ഓർമ്മ ഫീൽ ചെയ്യുന്നു. അപ്പോൾ പഴയ ഞാവൽപ്പഴം നിന്ന് നൊസ്റ്റാൾജിയൊക്കെ കിട്ടാനൊക്കെ ചെറിയൊരു ചാൻസാണ് കേട്ടോ ഇത്. അത്രയൊന്നും കഴിക്കാനൊന്നും കിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ എവിടേക്കോ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിച്ചു വെച്ച് നോക്ക്. വലിയ മുടക്കൊന്നും ഇല്ലല്ലോ. നമുക്കിത് പൂക്കവും കാക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. വേറെ ലെയർ തൈയോ ബഡ് തൈയോ ഒന്നും വേണ്ട, സീഡ്ലിങ് തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കാച്ച് കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് ഒന്ന് വാങ്ങിച്ചു വെച്ചോട്ടോ വയ്ക്കാത്തവരൊക്കെ. പേര് മറക്കണ്ട, കിളിഞ്ഞാവൽ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യും, ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇത് പെരുമ്പാവൂരുള്ള മരിയ ഗാർഡനിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. നിറച്ചും കാച്ച് കിടക്കുന്ന കിളിഞ്ഞാവലാണ് കേട്ടോ ഇത്. 500 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ പെട്ടെന്ന് വേണമെന്നുള്ളവർ ഇങ്ങനെയുള്ള വാങ്ങിച്ച് വയ്ക്കാം കേട്ടോ. ഒരു 18 ഇഞ്ചിൻ്റെ ചട്ടിയിലേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അതങ്ങനെ നിന്നോളും. ഞാൻ അവരോട് ചോദിച്ചിട്ട് അത് പഴുത്ത് കിടന്ന് 1-2 പറിച്ച് തിന്ന് നോക്കി കേട്ടോ. ശരിക്കും പഴുത്തായതുകൊണ്ട് അതിന് മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടുന്ന് ഒരു മഞ്ഞ വെരിഗേഷൻ വരുന്ന സ്നേക്ക് പ്ലാന്റും ഒരു ആമ്പലും ഒരു ലെമൺ വൈനും ഒരു മധുരപ്പുളി വാങ്ങിച്ചു കേട്ടോ. ഈ മധുരപ്പുളി കായ്ക്കാൻ ഒരു 3-4 വർഷമൊക്കെ എടുക്കും. ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ കായ്ക്കുമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ ഇല പറിച്ച് നിന്ന് നോക്കി. ഇലയ്ക്ക് നല്ല പുളിയാണ്. പുളി ഉണ്ടാകാനൊക്കെ കുറച്ച് താമസിക്കുമെങ്കിലും മുറ്റത്ത് ചട്ടിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ തളിയുടെ ഇലയൊക്കെ പറിച്ചിട്ട് കുറച്ച് മീനൊക്കെ വെച്ച് മീൻ ചുടാനൊക്കെ നല്ലതാണ് കേട്ടോ. പുളിയില ചുടാന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഓർത്ത് വാങ്ങിച്ച് നട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? ഇനി ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്ര നാൾ മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഫ്രൂട്ട്സൊക്കെ ആയിട്ടില്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ സീസണായിട്ട് ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ ചെയ്യാമെന്ന് ഓർത്താട്ടോ വൈകിക്കണേ. എല്ലാ വീഡിയോകളും ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.